അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. മലയാളി മുസ്ലിമിൻ്റെ ചരിത്രവും രചനയും എന്നുള്ളതാണ് തീം. നമ്മോടൊപ്പം സംവദിക്കാനുള്ളത് കാലടി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ശ്രീ അഭിലാഷ് മലയിൽ സാർ അവർകളാണ്. സാറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ വിവിധ അടരുകളുള്ളതാണ് കേരള മുസ്ലിം ചരിത്രം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ അറേബ്യയുമായുള്ള ബന്ധത്തിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുമ്പ് തന്നെ അറബികൾ കേരളത്തിലേക്ക് വന്നിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ധാരാളം രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും ചരിത്രം വായിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഒരു കൃത്യമായ ഉപാദാനങ്ങൾ അഥവാ എല്ലാ ഉപാദാനങ്ങളെയും ഉൾക്കൊണ്ടിട്ടല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും രേഖീയമായ സോഴ്സുകളാണ് അതിന് അവലംബിച്ചിട്ടുള്ളത്. അത്തരം രേഖകൾക്കപ്പുറത്തേക്ക് പോവേണ്ട ഒരു അന്വേഷണ മേഖലയാണ് നമ്മുടെ പ്രീ പ്രൊഫറ്റ് പീരീഡിൻ്റെ ഒരു അറബ് മുസ്ലിം കേരള ബന്ധം എന്ന് പറയുന്നത്. മാരിടൈം ആർക്കിയോളജി പോലെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയകളാണ് അതൊക്കെ. അതുപോലെ തന്നെ പലപ്പോഴും കൃത്യമല്ല, ഓതൻറ്റിക് അല്ല എന്ന് പല ചരിത്രകാരന്മാരും പറയുന്ന കാര്യമാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, അതുപോലെ ചേരമാൻ പെരുമാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചരിത്രങ്ങൾ. അതേക്കുറിച്ചൊക്കെയുള്ള ധാരാളം ചർച്ചകളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഖിസ്സത്തു ചക്രവർത്തി ഫർമാൾ അല്ലെങ്കിൽ താരീഖു ദുഹൂരിൽ ഇസ്ലാം ഫി ദിയാരി മലൈബാർ, കേരളത്തിലേക്ക് ഇസ്ലാം വന്നതിൻ്റെ ചരിത്രം എന്നുള്ള ഒരു ടെക്സ്റ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. അതുപോലെ മറ്റൊന്ന് മൗലിദുകൾ, വേറെ ഒരു ഹിസ്റ്റോറിയോഗ്രഫിയിലെ മറ്റൊരു ചരിത്ര ശാഖയാണ്, ഹേഗിയോഗ്രഫീസ് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ധാരാളം രേഖകളും വിവിധ ഘട്ടങ്ങളും കേരള മുസ്ലിം ചരിത്രത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയൊക്കെയാണ് അവയെ നമുക്ക് സമീപിക്കേണ്ടത്? പിൽക്കാലത്ത് വരുന്ന ഒരു അധിനിവേശ കാലഘട്ടമുണ്ട്. അറബി മലയാളത്തിൻ്റെ സമ്പന്നമായ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് കീഴിലുള്ള മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരമുള്ള ധാരാളം അന്വേഷണങ്ങൾ, ഇടങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഗ്യാപ്പുകൾ, റിസർച്ച് ഗ്യാപ്പുകൾ പലപ്പോഴും നിലനിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേരള മുസ്ലിം ചരിത്രം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്? നിലവിലുള്ള രീതിശാസ്ത്രങ്ങൾ എങ്ങനെയാണ്? ധാരാളം ഗ്രന്ഥങ്ങൾ ആ മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചൊക്കെ ഉള്ള വിലയിരുത്തലുകൾ ഇനി എങ്ങനെയാണ് നമുക്ക് മാറേണ്ടത്? ഒരു ന്യൂ ജനറേഷൻ എന്നുള്ള നിലക്ക് പുതിയ പുതിയ ടെക്നോളജികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് ഫറൂഖ് ടിപ്പുവിൻ്റെ കോട്ടയിൽ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GPR, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്നാണ്. ആ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അവിടെ പഠനങ്ങളും എക്സ്കവേഷനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം സാങ്കേതിക വിദ്യകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഒരു പുരാതന മനുഷ്യൻ്റെ വിസർജ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണ വിധേയമാക്കുന്ന ഒരു പഠനശാസ്ത്രമാണ് കോപ്രോളജി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയ ധാരാളം ടെക്നോളജികളും പഠന മേഖലകളും മുമ്പിലുണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കേരള മുസ്ലിം ഇതുവരെയുള്ള ഒരു ചരിത്രരചനയെ വായിക്കേണ്ടത്, അതുപോലെ ഇനി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് തുടങ്ങിയ ചർച്ചകളാണ് നമ്മുടെ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് സാർ അഭിലാഷ് മലയിൽ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇങ്ങനെ ഒരു വേദിയിലേക്ക്, ഇവിടെ നടക്കുന്ന ഈ നോളജ് ഫെസ്റ്റിവലിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എല്ലാ സഹോദരങ്ങളോടും എൻ്റെ നന്ദിയും ആദരവുമാണ് ആദ്യം അറിയിക്കാനുള്ളത്. പിന്നെ സഹോദരൻ ഉമൈർ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഇസ്ലാമിൻ്റെ മലബാറിലെ ചരിത്രം, നേരത്തെ പറഞ്ഞതുപോലെ അനവധിയായിട്ടുള്ള പുതിയ ശാസ്ത്രീയമെന്ന് തിരിച്ചറിയപ്പെടുന്ന അനവധി ഈ സങ്കേതങ്ങൾ ഈ അടുത്ത കാലത്ത് വികാസം പ്രാപിച്ചിട്ടുണ്ട്.
അത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ജീനോമിക്സ് പോലെയുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള അത്യന്തം സൂക്ഷ്മമായി ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി വസ്തുനിഷ്ഠമായ ചരിത്രം കണ്ടെത്തുന്ന തരത്തിലുള്ള അന്വേഷണ സങ്കേതങ്ങൾ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ചരിത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മലബാറിലും അത് കുറേയൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്കിതിനോട് സൂചിപ്പിക്കാൻ എനിക്ക് ചെറിയൊരു അല്പം വ്യത്യാസപ്പെട്ട ഒന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള സാമൂഹ്യമായ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുന്ന വളരെ വ്യക്തമായ നിലയിൽ ആഖ്യാനം ചെയ്യപ്പെട്ട അനവധി ഉപദാനങ്ങളുണ്ട്. നമുക്കതിനെ ഉപദാനങ്ങളായിട്ട് തന്നെ പരിഗണിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അനവധി ചരിത്രരചന അനവധി തരത്തിലുള്ള ഉപദാനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്ന വസ്തുതകളും ചരിത്ര പഠനത്തിനുള്ള ഉപദാനങ്ങളായി സൂക്ഷിക്കാം. അതിൽ ചക്രവർത്തി ഫർമാദിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ റഹ്ലത്തുൽ മുലൂക്ക് കൂടി സൂചിപ്പിക്കണം എന്നെനിക്കൊരു താല്പര്യമുണ്ട്. ഞാനിതിനെക്കുറിച്ച് നേരിട്ട് പഠിക്കുന്ന ഒരാളല്ല, മറിച്ച് എൻ്റെ പഠന വിഷയം അല്പം വ്യത്യാസപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കാലം കഴിഞ്ഞ ഒരു മേഖലയിലാണ്. പക്ഷേ ഈ മേഖലയിൽ നടക്കുന്ന മെഹ്മൂദ് കൂരിയയെ പോലുള്ള സൈദലവിയെ പോലുള്ള PKM ജലീലിനെ പോലുള്ള പഠിതാക്കളുടെ പഠനങ്ങൾ, സെബാസ്റ്റ്യൻ പ്രാങ്കയെ പോലുള്ള എലിസബത്ത് ലാംബേർട്ടിനെ പോലുള്ള പഠിതാക്കളുടെ പഠനങ്ങൾ വായിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ഈ ആഖ്യാനങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ക്രിസ്ത്യാനിറ്റിയുടെ കേരളത്തിലെ ചരിത്രാവിർഭാവത്തെക്കുറിച്ച് പറയുന്ന ആഖ്യാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അത് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെ അപ്പോസ്തലിക് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ക്രിസ്തുവിൻ്റെ കാലവുമായി, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കാലവുമായി കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ആവിർഭാവവുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് റംബാൻ പാട്ട് പോലുള്ള, സെൻറ്റ് തോമസിൻ്റെ കഥ പോലുള്ള ഓർമ്മകൾ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ചരിത്രമാഖ്യാനം ചെയ്യപ്പെടുത്തപ്പെട്ട ഓർമ്മകളായി നിലനിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രവാചക തിരുമേനിയുടെ കാലവുമായി കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഖ്യാനങ്ങൾ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ നിതാന്തമായി നിലനിൽക്കുന്നത്. ഇതിന് ഈ ഓർമ്മയ്ക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ചക്രവർത്തി ഫർമാദിൽ കിസ ചക്രവർത്തി ഫർമാദിനകത്ത് രേഖപ്പെടുത്തപ്പെട്ട കഥയും, അത് നമ്മളുടെ ചന്ദ്രനെ പിളർക്കുന്ന ഷിഖാഖുൽ ഖമർ എന്ന് പറയുന്ന ഖമറിൻ്റെ അത്ഭുതമാണ്. ആ കഥ, അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കഥയും ഇന്ന് നമ്മളുടെ ഈ മഹല്ലുകളിൽ പ്രായമായവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയും തമ്മിൽ വലിയ ഇശൽഭേദങ്ങളില്ല. അതായത് ചക്രവർത്തി ഫർമാദ് രേഖപ്പെടുത്തപ്പെട്ട കാലം മുതൽക്ക് ഒരു തുടർച്ച എന്നോണം ആ ഓർമ്മ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മാലിക് ഇബ്നു ദിനാറിൻ്റെയും മാലിക് ഇബ്നു ഹബീബിൻ്റെയും കഥ. രാജാക്കന്മാരുടെ സഞ്ചാരം എന്നുള്ള പേരിൽ റഹ്ലത്തുൽ മുലൂക്കിനകത്ത് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ടതായി കരുതപ്പെടുന്ന പള്ളികളുടെ സ്ഥലങ്ങളിലൊക്കെ ആ ചരിത്രം ഇശൽഭേദമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ കാലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഓർമ്മയിൽ രേഖപ്പെടുത്തപ്പെട്ട ആഖ്യാനങ്ങളെ നമ്മൾ കള്ളക്കഥ എന്നുള്ള പേരിൽ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. കഥയിൽ കള്ളമില്ല എന്നുള്ളതാണ്. അത്തരം ആരോപണങ്ങൾ ധാരാളം നിലനിൽക്കുന്നുണ്ടല്ലോ. ചെയർമാൻ പെരുമാളിൻ്റെ കഥ അത് വ്യാജമാണ്, കെട്ടിച്ചമക്കപ്പെട്ടതാണ്. അതിലെനിക്ക് ഒറ്റ കമൻറ്റ് മാത്രമേ പറയാനുള്ളൂ. MGS നാരായണ മാഷ് വളരെ ആദരണീയനായ കേരള ചരിത്ര പഠനത്തിൻ്റെ ഗുരുസ്ഥാനത്തുള്ള ചരിത്ര രചയിതാവാണ് MGS നാരായണ മാഷ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സമാഹരിക്കുകയും ഒരു പുസ്തക രൂപത്തിൽ കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്നുള്ള പേരിൽ ഇറക്കുകയും ചെയ്തു. ഞാനത് വായിച്ചപ്പോൾ, അതിൻ്റെ ടൈറ്റിൽ കേട്ടപ്പോൾ പിന്നെ അത് വായിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ടൈറ്റിലുള്ള ഒരു ധ്വനിയാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചത്. ആസിഫ്, ബാക്കി ഈ കേരളത്തിലെ ഇത് 10 കള്ളക്കഥകളാണെങ്കിൽ ബാക്കി 90 കഥകൾ സത്യമാണ്
എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. ഞാനത് അംഗീകരിക്കുന്നില്ല. കഥയിൽ കള്ളവും സത്യവും ഇല്ല. കഥയിൽ നിങ്ങൾ ഇത് രണ്ടും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. കഥയിൽ പലപ്പോഴും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കഥാവസ്തുക്കളെ സംബന്ധിച്ച് ഓർമ്മിക്കപ്പെടണമെന്ന് ഒരു കൂട്ടം കേൾവിക്കാർക്കോ കഥാ ആഖ്യാനം നടത്തുന്നവർക്കോ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് അന്വേഷിച്ച് അത് നിങ്ങൾ ഈ പറഞ്ഞ നേരത്തിൽ യുക്തിയുടെ കണിശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥകളെ പരിശോധിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ കരുതുന്നത് ഈ കഥകളുടെ ആന്തരികമായ യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശാസ്ത്രീയമായി ഒരു കഥ ശരിയാണോ, അതിനെ നമ്മൾ കഥ എന്ന് പറയില്ലല്ലോ, ശരിയാണോ എന്നല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ കഥയുടെ സങ്കീർണതകളിലായിരിക്കാം ഈ ചരിത്രത്തിൻ്റെ രഹസ്യം പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം കൂടെ അനുവാദം ഉണ്ടെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ചേരമാൻ പെരുമാൾ കേരള ചരിത്രത്തിലെ അവസാനത്തെ രാജാവായിട്ടാണ് ഷംസുല്ല ഖാദിരി മുതൽക്കുള്ള വലിയ പണ്ഡിതന്മാരുടെ കാലം മുതൽക്ക് ഈ റഹ്ലത്തുൽ മുലൂക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഈ തുഫത്തുൽ മുജാഹിദ്ദീൻ പോലെയുള്ള ആഖ്യാനങ്ങൾ ആദ്യകാലത്ത് രേഖപ്പെടുത്തപ്പെടുത്തി തുടങ്ങുന്നത് മുതൽക്ക് ഏറ്റവും വലിയ ചക്രവർത്തിയായിട്ടുള്ള രാജാവായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ഈ ചേരമാൻ പെരുമാളിനെ കണക്കാക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അതിനകത്തൊരു വളരെ രസകരമായൊരു വസ്തുതയുണ്ട്. അത്തരം വസ്തുതകളിലാണ് എൻ്റെ താല്പര്യം. ഈ ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കീഴടക്കിയ ചക്രവർത്തിയല്ല, ലോകം റിനൗൺസ് ചെയ്തിട്ടുള്ള ചക്രവർത്തിയാണ്. എന്തിനാണ് റിനൗൺസ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചിട്ട് അനവധിയായിട്ടുള്ള കഥകൾ. ഈ ചക്രവർത്തി ഫർമാദിലെ കഥയുടെ ബാക്കി നിങ്ങൾ കാണുന്നത് കേരളോൽപ്പത്തിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഖ്യാനങ്ങളിലായിരിക്കും ഇതിൻ്റെ ബാക്കി കാണുന്നത്. അപ്പം ഈ രാജാവിൻ്റെ പ്രത്യേകത, ഈ രാജ്യം നേടിയ ആളല്ല, രാജ്യം ഉപേക്ഷിച്ച് പോയിട്ടുള്ള രാജാവാണ്. ഇങ്ങനെ ഒരു റിനൗൺസിങ് ആയിട്ടുള്ള ഒരു എത്തിക്കുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? തിരിച്ച് രാജ്യം ഉപേക്ഷിച്ച് മറുനാട്ടിൽ പോയി പുതിയ മാർഗം സ്വീകരിച്ച്, പുതിയ വേദം സ്വീകരിച്ച്, പുതിയ നാമം സ്വീകരിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ രാജാവിന് തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്നില്ല, അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കത്ത് മാത്രമാണ് എത്തുന്നത് എന്നാണ് കഥ. ഇതിനകത്തൊക്കെ ഒരുതരം ഈ കഥകൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടായത്, എന്തായിരിക്കാം ഈ കഥകളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ കഥകൾ എങ്ങനെയാണ് ആ കഥനക്കാരുമായി, കഥയുടെ കേൾവിക്കാരുമായി സംവദിക്കുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. അല്ലാതെ ഇത് കള്ളാണോ സത്യമാണോ എന്നുള്ളതല്ല, ഇതൊരു കുറ്റാന്വേഷണമല്ല. ഇതൊരു യാഥാർത്ഥ്യമാണോ എന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് മറ്റു ഉപാദാനങ്ങൾ ആശ്രയിച്ചും ഇതിനെ വിധിക്കാൻ പറ്റുമല്ലോ. ഹിസ്റ്റോറിസൈസ് ചെയ്യാനുള്ള അത്തരം ഓപ്ഷനുകൾ, ഇപ്പോൾ ആർക്കിയോളജി, അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ റീഡിങ്, ഇങ്ങനെയുള്ള എപ്പിഗ്രാഫിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കേരള മുസ്ലിം ചരിത്രത്തിൻ്റെ ഒരു ആദ്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൂടെ? അത് എത്രത്തോളം സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. ഉമൈർ സൂചിപ്പിച്ചതുപോലെ ഈ നിലയ്ക്കുള്ള 2 പഠനങ്ങൾ നമ്മൾ നിർബന്ധമായും വായിക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന് മെഹമൂദിൻ്റെ തന്നെ ഈ മിസ്കാൽ പള്ളിയെക്കുറിച്ചിട്ടുള്ള മിസ്കാൽ പള്ളിയിലെ ഈ നാഖുദ മിസ്കാലിൻ്റെ മലയാളത്തിലും അറബി മലയാളത്തിലും രേഖപ്പെടുത്തപ്പെട്ട 2 ഇൻസ്ക്രിപ്ഷനുകളെ വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന മെഹമൂദിൻ്റെ അറ്റംപ്റ്റാണ്, നമ്മളത് വായിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്ന് അബ്ദുള്ള അഞ്ചിലത്തിൻ്റെ ഈ കേരളത്തിലെ പ്രീ മോഡേൺ കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആവിർഭാവം, ഇരിക്കൂർ പള്ളിയിലെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു രസകരമായ വസ്തുത അബ്ദുള്ളയുടെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പോകേണ്ടുന്നത് ഈ പള്ളിക്കാടുകളിലേക്കാണ്. അപ്പം നമ്മൾ പറവണ്ണ പള്ളിയിൽ അത് വളരെ രസകരം, കാരണം അത്രയും ജീവത്തായ ഒരു സ്ഥലമാണ് ഈ ഖബറിടങ്ങൾ എന്നുള്ളതാണ്. ഈ സ്മാരകശിലകൾ എന്ന് പറയുന്നത് ചരിത്രം ജീവിക്കുന്ന ഇടങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ പറവണ്ണ പള്ളിയിലെ പള്ളിക്കാട്ടിലും കൊയിലാണ്ടി പാറപ്പള്ളിയിലെ പള്ളിക്കാട്ടിലും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർ ചിലപ്പോൾ തിക്രത്തിൽ നിന്നുള്ള മനുഷ്യരായിരിക്കാം. ഞാൻ ഒരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, തെറ്റുണ്ടെങ്കിൽ ദയവേത് തിരുത്തണം. അതായത് ഈ മരം പിടിക്കുന്ന ഖലാസിമാരുടെ പാട്ടുകളുണ്ട്. കോഴിക്കോട്ട് മരം പിടിക്കുന്ന ഖലാസിമാരുടെ, കൊയിലാണ്ടിയിൽ മരം പിടിക്കുന്ന ഖലാസിമാരുടെ, വലിയ ഭാരം ഉയർത്തുന്ന ഖലാസിമാരുടെ പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് അവസാനം പറയുന്നത് ദസ്തക്കീറിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആരാണ് ഈ ദസ്തക്കീർ എന്ന് ആലോചിച്ച് പോയപ്പോൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് സഹായിക്കുന്ന ഒരാൾ, വൺ ഹൂ സപ്പോർട്ട്സ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് ഇത് അങ്ങനെ മാത്രമല്ല, ഇത് ജീലാനി ഷെയ്ഖിൻ്റെ
പേരുകൂടിയാണ് എന്ന് മനസ്സിലാകുന്നത്. അതായത് 10 ആൾ പിടിക്കുമ്പോൾ 11ാമനായി ഈ മരത്തിൻ്റെ പിറകിൽ, ഈ വലിയ കപ്പലിൻ്റെ പിറകിൽ 11ാമനായി ഷെയ്ഖ് ഇരിക്കുന്നു എന്നുള്ള ഒരു ധാരണ വളരെ വ്യാപകമായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ സ്മാരകശിലകൾക്ക് മുകളിൽ അദൃശ്യമാക്കപ്പെട്ട നിലയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പേരുകൾ അത് ഇവിടെയുള്ള ആളുകളല്ല, അത് അന്തബയിൽ നിന്നുള്ള ആളുകളായിരിക്കും, അത് സിന്ദാപൂരിൽ നിന്നുള്ള ആളുകളായിരിക്കും, അത് ഏഡൻ എന്നുള്ള ആളുകളായിരിക്കും, അത് മറ്റേതോ നാട്ടിൽ ജനിക്കുകയും മറ്റേതോ നാട്ടിലേക്ക് പോകുകയും ചെയ്യുന്നതിനിടയിൽ ഒരു വേള ഇവിടെയൊക്കെ സന്ദർശിച്ച് ഇവിടെയൊക്കെ മരണപ്പെട്ടു പോകുന്ന ആളുകളാണ്. അത്തരം ആളുകളുടെ, അത്തരം സഞ്ചാരങ്ങളുടെ ഒരു കഥ കൂടെ ഈ മീസാൻ കല്ലുകൾക്ക് പറയാനുണ്ട്. അത്തരം ഒരു സഞ്ചാരത്തിൻ്റെ പശ്ചാത്തലം കൂടി മലബാറിലെ ഇസ്ലാമിനുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രവാചക പൂർവമായ കാലത്തൊന്നും മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ പ്രവാചകൻ്റെ കാലത്തും മനുഷ്യർക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റും എന്നാണ് നമുക്കതിനകത്തുനിന്ന് അന്വയിച്ചെടുക്കാൻ പറ്റുന്ന അർത്ഥങ്ങളിലൊന്ന്. ആ അർത്ഥം ഈ സമുദായം, ഈ സമൂഹം പ്രധാനമായി കാണുന്നുണ്ടെങ്കിൽ ചരിത്രകാരനും അത് പ്രധാനമായി കാണണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാടായിപ്പള്ളിയിലെ ഒരു ഇൻസ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് അബ്ദുള്ള അഞ്ചില്ലത്ത് തൻ്റെ ഒരു ആർട്ടിക്കിൾ രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അഥവാ ഹിജ്റ 5 എന്നാണല്ലോ പറയാറുള്ളത്. ഹിജ്റ 5 അവിടെ എത്തി, ഇസ്ലാം എത്തി എന്നുള്ള രൂപത്തിൽ ആ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതിൽ അവിടെയുള്ള ഇൻസ്ക്രിപ്ഷനിൽ ഖുർആനിൽ തൗബ എന്ന് പറയുന്ന സൂറത്തുണ്ട്. ഈ തൗബ സൂറത്തിൽ സാധാരണ മുസ്ലിങ്ങൾ ബിസ്മി ഓതാറില്ല. അപ്പോൾ അവിടെയുള്ള മാടായിപ്പള്ളിയിലെ ഇൻസ്ക്രിപ്ഷനിൽ ബിസ്മി ഉണ്ട്. തൗബ സൂറത്തിൽ ഒരു സൂക്തം എഴുതിയപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്, ഇത് തൗബയിൽ ബിസ്മി ഓതരുത് എന്ന് പറഞ്ഞ് വിധി ഇറങ്ങുന്നത്, അവതീർണമാകുന്നത് ഹിജ്റ 9 അപ്പോൾ ഹിജ്റ 5 ഈ ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിധി അന്നത്തെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഇൻസ്ക്രിപ്ഷനിൽ അന്ന് ബിസ്മി കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇസ്ലാം അറേബ്യയുമായി കണക്ട് ചെയ്തിട്ടാണ്, ഇസ്ലാമിൻ്റെ അവിടെയുള്ള ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പിന്നെ അവിടെ വായിക്കുന്നത്. അപ്പോൾ ഇത്തരം ധാരാളം പഠനങ്ങൾക്ക് പ്രസക്തി ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അത്തരം പഠനങ്ങളെ ഉപയോഗപ്പെടുത്താൻ പറ്റുക? അതുപോലെ ശിലാലിഖിതങ്ങളുണ്ട്, നിലാമുറ്റത്തൊക്കെ ശിലാലിഖിതങ്ങൾ കാണാൻ പറ്റും. പള്ളികൾ തന്നെ, നേരത്തെ മിസ്കാൽ പള്ളിയിൽ, മുച്ചുന്തി പള്ളിയിൽ ഇതേപോലെ ഷിഹാബുദ്ദീൻ റൈഹാൻ എന്ന് പറയുന്നവർ എഴുതിയ ഒരു ശിലാലിഖിതമുണ്ട്. AD 13ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ മെഹർദാദ് ഷൂക്കോയൊക്കെ അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പുതിയ കാലത്ത് അത്തരം അങ്ങനെയുള്ള പഠനങ്ങൾ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അത് എത്രത്തോളം ഇങ്ങനെയുള്ള ചരിത്ര രചനയ്ക്ക് സഹായകമാവും? അബ്ദുള്ളയുടെ പുസ്തകം ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ അത് വിചാരമാണ്, ഞാൻ വിചാരിക്കുന്നത് അത് ഹിജ്റയുടെ ആദ്യകാലത്ത് തന്നെയുള്ള ഇൻസ്ക്രിപ്ഷനാണ് എന്നുള്ളതാണ്. എല്ലാ ഇൻസ്ക്രിപ്ഷൻ ഈ ചരിത്രകാരന്മാരുടെ, നമ്മളുടെ പൊതുവിൽ ഞാൻ ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരുടെ ആദ്യത്തെ ഒരു ഉപദാനം നമുക്ക് ലഭ്യമാവുമ്പോൾ നമ്മൾ അതിനെ ആദ്യം സമീപിക്കുക ഇത് ഫോർജറിയാണ് എന്നൊരു മുൻവിധിയോട് കൂടിയിട്ടായിരിക്കും. അത് ഫോർജറി അല്ല എന്ന് സ്ഥാപിക്കേണ്ടത് ആ ഉപദാനത്തിൻ്റെ മാത്രം ബാധ്യതയായിട്ടാണ് നമ്മൾ അതിനെ എടുക്കാറുള്ളത്. ആദ്യത്തെ മുൻവിധി എന്ന് പറയുന്നത് ഏതൊരു ഉപദാനവും അത് യഥാർത്ഥ അല്ല, അതിനകത്ത് എന്തൊക്കെയോ ചില ഇൻ്റർപോളേഷൻസ് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അബ്ദുള്ളയുടെ ഈ മാടായിപ്പള്ളിയിലെ ലിഖിതത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഹിജ്റയുടെ ആദ്യ കാലങ്ങളിലുള്ളതാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ അറേബ്യ, പ്രത്യേകിച്ച് സദേൺ അറേബ്യ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ യമൻ, അളർമൗത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, സദേൺ അറേബ്യ, അതിനെ ഇംഗ്ലീഷുകാർ വിളിച്ചിരുന്നത് അറേബ്യ ഫെലിക്സ് എന്നായിരുന്നു. അപ്പം ഈ പ്രദേശവും മലബാറും തമ്മിൽ ഏതാണ്ട് സമകാലീനമായിട്ടുള്ള ബന്ധം നിലനിന്നിട്ടുണ്ട്. അതായത് ഒരു കാലത്തിൻ്റെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒരു വിവരം ഇവിടെ എത്തുക എന്ന് പറയുമ്പോൾ 1 കൊല്ലം വേണം ഒരു കപ്പലിന് ഒരു പക്ഷേ ഈ കാറ്റും കോളുള്ള കടലിൽ ഇവിടെ എത്താൻ എന്നുള്ളത് കണക്കിലെടുക്കുമ്പോൾ 5 കൊല്ലം എന്നുള്ളത് ഏതാണ്ട് സമകാലീനമായിട്ടുള്ള സമയമാണ്. ഇവിടുന്ന് എലിസബത്ത് ലാംബേണിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ആർക്ക് കുത്തുബ ചെല്ലണം എന്നതിനെ സംബന്ധിച്ച് ഇവിടെയുള്ള അക്കാലത്തെ ഈ മഹല്ലുകാർ എഴുതി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ആർക്ക് കുത്തുബ ചൊല്ലണം എന്നതിനെ സംബന്ധിച്ച്. കുത്തുബയുടെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് ലാംബേൺ പറയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു സമകാലീനത അറേബ്യയും മലബാറും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം
മനസ്സിലാക്കാൻ. മെഹ്മൂദിൻ്റെ വർക്കുകളിലൊക്കെ ആവുമ്പോൾ ഈ മലബാറിൽ നിന്ന് മധ്യകാലാവുമ്പോഴേക്ക് ടെക്സ്റ്റുകൾ, ഫത്വകൾ, അതുപോലെ തന്നെ വ്യാഖ്യാന ശാസ്ത്രത്തിനകത്ത്, കർമ്മശാസ്ത്രത്തിനകത്തുള്ള ഗ്രന്ഥങ്ങളും പഠിതാക്കളും പണ്ഡിതരും ഈ കടലിനെ ഒരു തടസ്സമായി കാണാതെ മുറിച്ചു കടക്കാവുന്ന ഒരു സാധ്യതയായി കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി പോയിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. മലബാറിലെ ആദ്യത്തെ ഈ കമ്പനി ഉദ്യോഗസ്ഥന്മാരിൽ പ്രധാനിയായിരുന്ന ജൊനാഥൻ ഡങ്കൻ ഏഷ്യാറ്റിക് റിസർച്ചസിൽ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ കണ്ടെത്തിയിട്ടുള്ള 2 ഫക്കീർമാരെ കുറിച്ചൊരു ചെറിയ ലേഖനം എഴുതുന്നുണ്ട്. ആ ഫക്കീർമാരുടെ ചിത്രവും അദ്ദേഹം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫക്കീർമാരിൽ 2 ആളുകളെയും കുറിച്ച് വിശദമായിട്ട് അവർ പറഞ്ഞ് അവരെ പിടിക്കുന്നുണ്ട്. അവരെ ഈ ഫക്കീർമാരും സന്യാസിമാരും ഒക്കെ ഈ വിവരങ്ങൾ കൈമാറുന്ന ആളുകളാണെന്നും ഇവരാണ് കലാപത്തിൻ്റെ സന്ദേശവുമായി പ്രദേശങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ധാരണ അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പല ആളുകളും ഫക്കീർമാരായി വേഷം മാറിയിട്ടാണ് സഞ്ചരിച്ചിരുന്നത് അക്കാലത്ത്. വർത്തേമ അങ്ങനെയായിരുന്നു. ഫ്രഞ്ച് ഇൻഡോളജിസ്റ്റ് ആയിരുന്ന ആംഗറ്റിൽ ദുപ്പറോ സഞ്ചരിച്ചത് ഒരു മുസ്ലിം സാർത്ഥവാഹക സംഘത്തിൻ്റെ കൂടെ ഒരു ഫക്കീറിൻ്റെ വേഷത്തിലായിരുന്നു. വർത്തേമ അത് ചെയ്തിട്ട് അതിൻ്റെ അനവധിയായിട്ടുള്ള അദ്ദേഹം ചികിത്സയൊക്കെ മലബാറിൽ നടത്തിയതായിട്ട് വർത്തേമ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡങ്കൻ ഈ ഫക്കീർമാരെ കണ്ട സമയത്ത് ഡങ്കൻ ഒരാളോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. ഒരാൾ പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ബുഖാറയിൽ നിന്നാണ് വരുന്നത്, ഞാൻ പോകുന്നത് പീക്കിങ്ങിലേക്കാണ് അല്ലെങ്കിൽ ബീജിങ്ങിലേക്കാണ്. അങ്ങനെ ബുഖാറയിൽ നിന്ന് ബീജിങ്ങിലേക്ക് പോകുന്ന ഒരു സന്യാസിയെയാണ് ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജൊനാഥൻ ഡങ്കൻ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. ഈ തരം നെറ്റ്വർക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നെറ്റ്വർക്കുകളുടെ സമകാലീനതയും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നടക്കുന്ന സമയത്ത് ചന്ദ്രൻ അവിടെ പിളരുമ്പോൾ ഇവിടെ നിന്ന് മട്ടുപ്പാവിലിരുന്നിട്ട് അല്ലെങ്കിൽ ഈ നിലാമുറ്റത്തിരുന്നിട്ട്, കൊട്ടാരത്തിൻ്റെ നിലാമുറ്റത്തിരുന്നിട്ട് ഈ ചേരമാൻ പെരുമാളിന് ചന്ദ്രൻ പിളരുന്ന ഒരു അത്ഭുത ദൃശ്യം കാണുന്നു എന്നുള്ളതാണ് ചക്രവർത്തി ഫർമാദിലെ കഥ. അപ്പോൾ അവിടെ ചന്ദ്രൻ പിളരുമ്പോൾ ഇവിടെയും കാണാൻ പറ്റും എന്നുള്ളത് ഈ സമകാലീനതയെ സൂചിപ്പിക്കുന്ന ഒരു കഥയായിരിക്കാം. അത് അത്യന്തം സാധ്യവുമാണ്. അത് അസാധ്യമായിട്ടുള്ള ഒന്നല്ല എന്നാണ്. ഒരു കപ്പലിന് അങ്ങോട്ട് വരാമെങ്കിൽ, ഇവിടെയുള്ള ഒരു ചരക്കിന് അങ്ങോട്ട് പോകാമെങ്കിൽ, അവിടെയുള്ള ഒരു ജൂറിസ്റ്റിന് ഇവിടെയുള്ള ഒരു ജൂറിസ്റ്റിനോട് ഈ തെങ്ങിൽ നിന്ന് ചെത്തിയിറക്കുന്ന ഈ ലഹരിയില്ലാത്ത കള്ള് ആ ചെത്തിയിറക്കുന്നത് കർമ്മശാസ്ത്രപരമായി ശരിയാണോ, എവിടെ മുതൽക്കാണ് അത് മദ്യമായി മാറുന്നത് എന്നൊക്കെ സംശയങ്ങൾ എഴുതി ചോദിക്കാമെങ്കിൽ, അതിനിവിടെ നിന്ന് ഉത്തരം കൊടുക്കാമെങ്കിൽ ഈ സമകാലീനതയിൽ ഈ 2 പ്രദേശങ്ങളും തമ്മിലുള്ള കണക്ഷൻസ് വളരെ ശക്തമായ തരത്തിൽ ഉറച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ വാസ്തവങ്ങളും അവാസ്തവങ്ങളും അന്വേഷിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സാങ്കത്യം ഇത്തരം ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഉറക്കുക എന്നുള്ളതാണ്. ഈ ഫത്വകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ അത്തരം ഫത്വകൾ, സമകാലീനത അടയാളപ്പെടുത്തുന്ന ധാരാളം ഫത്വകൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് അൽ ഫത്താവ സബീദിയ അനിൽ മസാഇൽ കാലിക്കൂത്തിയ എന്ന് പറയുന്ന ഒരു ഫത്വ. യമനിലുള്ള ഒരു പണ്ഡിതനോട് ഇവിടെയുള്ള മസലകൾ ഒക്കെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അജീബത്തുൽ അജീബ ഉണ്ട്, വേറൊരു ഫത്വയാണ്. അത് സൈനുദ്ദീൻ മഖ്ദൂം തന്നെ ക്രോഡീകരിച്ചതാണ് മറ്റുള്ള പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിട്ട്. അതിൽ അന്നത്തെ വീടിൻ്റെ ആ മച്ചിൽ നിന്ന് വീഴുന്ന അട്ട അല്ലെങ്കിൽ ചെറിയ പ്രാണികളുണ്ട്, അത് വെള്ളത്തിൽ വീണാൽ ആ വെള്ളം ഉപയോഗിക്കാമോ എന്നൊക്കെ തുടങ്ങിയ ചർച്ചകൾ, ധാരാളം ചർച്ചകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സമകാലികതയിൽ വളരെ പ്രധാനമാണല്ലോ ഈ സഞ്ചാരക്കുറിപ്പുകൾ. നേരത്തെ സൂചിപ്പിച്ചു, ഇബിൻ ബത്തൂത്തയുടെ സഞ്ചാരക്കുറിപ്പുകളുണ്ട്, അതുപോലെ അബ്ദുൾ റസാഖിൻ്റെതുണ്ട്, ഫിരിസ്തയുടേതുണ്ട്. ഈ സഞ്ചാരക്കുറിപ്പുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പഠനവിധേയമാക്കേണ്ടത്? അബ്ദുൾ റസാഖ് സമർക്കണ്ടീതയുടെയാണ് ആദ്യത്തെ സഞ്ചാരക്കുറിപ്പായി. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് റഹ്ലത്തുൽ മുലൂക്കിനെയും ആ കൂട്ടത്തിൽ കൂട്ടാം എന്നുള്ളതാണ്. ഈ സഞ്ചാരക്കുറിപ്പുകളെ ചരിത്രകാരന്മാർ പഠിക്കുമ്പോൾ സഞ്ചാരിയുടെ മുൻവിധിയെക്കുറിച്ച് പലപ്പോഴും സഞ്ചാരിയേക്കാൾ നമ്മൾ ഒരുപക്ഷെ ചരിത്രകാരർ ശ്രദ്ധ കൊടുത്ത് കാണാറുണ്ട്. ബത്തൂത്തയുടെ മുൻവിധികൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള സഞ്ചാരിയുടെ മുൻവിധികളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ സഞ്ചാരിയുടെ മുൻവിധിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സഞ്ചാര വിവരണത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ.
ആ വസ്തുതകൾ ചെറിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സഞ്ചാരിയുടെ മെൻറ്റാലിറ്റി മുൻവിധി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഈ 16-ാം നൂറ്റാണ്ട് മുതൽക്ക് ലഭ്യമാകുന്ന യൂറോപ്യൻ സഞ്ചാര വിവരണങ്ങളിൽ ഇത്തരം സാംസ്കാരികമായ മുൻവിധികളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ ഈ സഞ്ചാരക്കുറിപ്പുകൾ, ഈ റിപ്പോർട്ടുകൾ, ഈ മെമ്മോയേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനകത്തുള്ള വസ്തുതകൾ അതിനകത്തുള്ള വിവരണങ്ങൾ നമുക്ക് ചെറിയെടുക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നമ്മുടെ മലബാർ പല ഇതര രാജ്യങ്ങളുടെയും സാഹിത്യത്തിലും കഥയിലും കവിതയിലും ഒക്കെ പ്രമേയമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പോർച്ചുഗീസ് യാനറിലെ ഒരു കഥാപാത്രമാണ് ആയിഷ എന്ന് പറയുന്നത്. ഈ ആയിഷയെ എന്ത് ചെയ്യാണ്, അറബിക്കടലിൽ നിന്ന് പോർച്ചുഗീസ് കടൽ കൊള്ളക്കാർ കൊള്ളയടിക്കുകയും അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു പോർച്ചുഗീസ് പടയാളി തന്നെ രംഗത്തിറങ്ങുകയും അയാളെയും പിന്നീട് കൊലപ്പെടുത്തുകയും ആയിഷയൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു ദാരുണമായ രംഗം പോർച്ചുഗീസ് സാഹിത്യത്തിൽ ഇന്നും വളരെ പ്രസക്തമാണ്. പോയട്രിയിലൊക്കെ ആയിഷ എന്ന് പറയുന്ന ഒരു യാനർ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ മലബാർ പ്രമേയമാക്കപ്പെടുന്ന പല രാജ്യങ്ങളിലും നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുത്തിയ പല പ്രമേയങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ അങ്ങോട്ട് അവിടെ പരിചയപ്പെടുത്തുന്ന രീതിശാസ്ത്രങ്ങളും ധാരാളം ഉണ്ടല്ലോ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് റിച്ചർഡ് ഈറ്റൻ്റെ കോഴിക്കോടിനെ കുറിച്ചുള്ള മെനി ലെൻസസ് ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഠനമാണ്. ആ പഠനം അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ഈ അബ്ദുൾ റസാഖ് സമർക്കണ്ടിയുടെയും ഇബ്നു ബത്തൂത്തയുടെയും ഒക്കെ വിവരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് എഴുതുന്നത്. പക്ഷേ എൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഉട്ടോപ്യ, തോമസ് മൂറിൻ്റെ ഉട്ടോപ്യ എന്നുള്ള ഒരു ആഖ്യായികയുണ്ട്. ഈ ആഖ്യായികക്കകത്തൊരു നായകനുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ റൊഫാൽ നൊൺസാൻസോ എന്നോ മറ്റുമാണ്, പണ്ട് വായിച്ചതാണ്, അതുകൊണ്ടാണ് ഈ പേരുകൾ മറന്നു പോകുന്നത്. അപ്പം ഉട്ടോപ്യയിലെ നായകൻ ഈ ഉട്ടോപ്യയിൽ നിന്ന് അയഥാർത്ഥത്തിൻ്റെ മണ്ഡലമായിട്ടുള്ള, തിരിച്ചറിയാത്ത ഒരു സ്ഥലമായിട്ടുള്ള ഉട്ടോപ്യയിൽ നിന്ന്, ഭൂപടത്തിൽ രേഖപ്പെടുത്താത്ത ഒരു സ്ഥലമാണ് ഈ കോസ്മോഗ്രാഫുകൾക്കൊക്കെ വെളിയിൽ ഈ ഡേവിഡ് ഷുൾമാൻ്റെ സിറ്റി ഓഫ് കോപ്പർ എന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു അറബിക് കഥയെ ഉപജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 2 ഭാഗങ്ങളുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. അതായത് നഗരം അന്വേഷിച്ച് പോകുന്നു. ആ നഗരം വെങ്കലം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു നഗരമാണ്. ആ നഗരത്തിലേക്ക് വഴികളൊന്നും തന്നെ ഇല്ല. ആ നഗരം മരിച്ചവരുടെ നഗരമാണ്. അവിടെ ആർക്കും അത് അന്വേഷിച്ച് പോകുന്ന ആർക്കും അത് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. ആ നഗരം നിങ്ങളുടെ മുമ്പിൽ ഒരു യാദൃച്ഛികതയായി പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി കഴിയില്ല. ഇത് സിറ്റി ഓഫ് കോപ്പർ എന്നുള്ള 1001 രാവുകളിലെ അനവധി കഥകളിൽ ഒന്നാണ്. ഇതിനെ സംബന്ധിച്ച് ഈ കഥയുടെ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ആവിർഭാവത്തെക്കുറിച്ചിട്ട് അതിൻ്റെ പുനരാഖ്യാനങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഉട്ടോപ്യ എന്ന് പറയുന്നത് അയഥാർത്ഥത്തിൻ്റെ ഒരു സ്ഥലമാണ്. കോസ്മോഗ്രാഫുകൾക്ക് പുറത്തുള്ള ഒരു നഗരമാണ്. അവിടെ നിന്ന് ഈ തോമസ് മൂറിൻ്റെ നായകൻ യൂറോപ്പ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കപ്പൽ കയറുന്ന സ്ഥലം കോഴിക്കോടാണ്. അപ്പം ഈ അക്കാലത്തെ മിഡീവൽ യൂറോപ്യൻ ഇമാജിനേഷനകത്തുള്ള യാഥാർത്ഥ്യത്തെയും അയഥാർത്ഥ്യത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എൻട്രി പോർട്ടായി കോഴിക്കോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മലബാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ മലബാറിനുണ്ട്. കാരണം ഈ ആദ്യകാലം മുതൽക്ക് തന്നെ ആദം മലയിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ വേളയിൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്ന ഒരു സ്ഥലമായി മലബാർ ആ അറബ് രേഖകളിൽ പരാമർശിക്കുന്നതുള്ളതായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നഫീസത്ത് മാല പോലെയുള്ള നമ്മളുടെ മാലപ്പാട്ടുകളിൽ ഈ ആദൻ നബി ശരൺദ്വീപിലും ഹവ്വ ബീവി പിന്നെ ജിദ്ദയിലും എന്ന് ഉള്ള ഒരു വലിയ വേർപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഹവ്വ ബീവിയെ അന്വേഷിച്ചിട്ടുള്ള നിരന്തരമായ യാത്രകളുടെ കഥയാണ് ഈ പാട്ടുകളിൽ ഓർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വലിയൊരു പ്രാധാന്യം ഈ മലബാറിന്, യാത്രകളുടെ കേന്ദ്രം എന്ന നിലയിൽ ഈ മലബാറിനുണ്ട്. ബത്തൂത്ത് തന്നെ മലബാറിൽ വരുന്നത് ചൈനയിലേക്ക് കപ്പൽ കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ്. ഈ ചൈനയിലെ ഈ വാങ്ദായുവാൻ്റെയും മാഹുവാൻ്റെയും പിന്നീട് ചെങ്ഹയുടെയും ഒക്കെ ട്രിബ്യൂട്ടറി ട്രിബ്യൂട്ട് റൈഡുകൾ മലബാറിൽ വരുന്നത് മലബാറിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മലബാറിൽ നിന്ന് ഈ ഇസ്താംബൂളിലേക്ക്, ടർക്കിയിലേക്ക്, നോർത്തേൺ ആഫ്രിക്കയിലേക്ക് ഒക്കെ കാലുവെക്കാൻ നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മലബാർ അന്നേ തിരിച്ചറിയപ്പെടുന്നത് കൊണ്ടാണ്.
ഗ്യാൻ കാർലോ കസാലയുടെ ഓട്ടോമൻ ഏജ് ഓഫ് എക്സ്പ്ലോറേഷനകത്ത് മലബാർ പ്രത്യക്ഷപ്പെടുന്നത് മലാക്കയിലേക്ക് നോക്കുന്ന ഒരു വാതിലായിട്ടാണ്. ഈ മലബാർ കോസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഈസ്റ്റ് ഇന്ത്യൻ ഓഷ്യനിലേക്ക് തുറക്കുന്ന ഒരു വാതിലായിട്ടാണ് മലബാറിനെ പലപ്പോഴും അതിൽ പരാമർശിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഈ പലതരം അവസ്ഥകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലമായി മലബാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് ഒരുതരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരാലോചന നിങ്ങളോട് പങ്കുവെക്കുന്നതിലെ ഒരു തരം അസ്ഥിരതയും ആ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആലോചനയ്ക്കുണ്ട്. എങ്കിലും അതൊരു സാധ്യതയാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കീ പോയിന്റുകളിൽ നിന്ന് നമുക്ക് വലിയ നിഗമനങ്ങളിലേക്ക് എത്താൻ പറ്റും. സാറുടെ തന്നെ മുമ്പ് ഒരു പ്രസംഗത്തിൽ ഞാൻ കുരുമുളകിനെ കുറിച്ചുള്ള അത്തരം അതിനെ അളന്നു കൊടുക്കുക, അതിൻ്റെ രീതിശാസ്ത്രങ്ങൾ, അപ്പോൾ അതിൽ നിന്ന് അന്നത്തെ ഒരു സാമ്പത്തിക വ്യവഹാരങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇപ്പോൾ തന്നെ അടിമത്തത്തെക്കുറിച്ച് പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മലബാറിനെ കുറിച്ചുള്ള ഫത്വകളിൽ ഈ അടിമയുടെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് പലപ്പോഴും. അല്ലമ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി അവിടുത്തെ ഫത്വയിൽ അടിമയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അടിമയായിരുന്നു അടിമക്കായിരുന്നു വിവാഹം ചെയ്ത് കൊടുത്തത്. അത് ഞാൻ ആദ്യം അറിയില്ലായിരുന്നു, പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെയുള്ള വിവാഹത്തിൻ്റെ വിധി എന്താണ് തുടങ്ങിയ ഒരുപാട്, അതിപ്പോൾ നമുക്ക് വലിയൊരു ലോകമാണല്ലോ അത് തുറക്കുന്നത്. അപ്പോൾ അത്തരം ചില കീവേഡ്സുകളിൽ നിന്ന് എങ്ങനെ നമുക്ക് ചരിത്രത്തെ വികസിപ്പിക്കാൻ പറ്റും? സാറുടെ ഒരു അന്വേഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ. അടിമത്തത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ വിനിൽ പോളിനെ പോലുള്ള പുതിയ ചരിത്രകാരന്മാർ നമ്മൾ നിർബന്ധമായും എൻഗേജ് ചെയ്യേണ്ട, വായിക്കേണ്ട, നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു തരം പ്രധാനപ്പെട്ട ലിറ്ററേച്ചറാണ് ഈ വിനിൽ പോളിനെ പോലുള്ള ചരിത്രകാരന്മാർ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ചോദ്യത്തിന് എനിക്ക് ഇതിനോടുള്ളൊരു റെസ്പോൺസ് എന്ന് പറയുന്നത്, ഞാൻ ഈ വായനയുടെ ഇടയിൽ ഈ റയത്ത് വാരിയിൽ ഞാനത് പരാമർശിച്ചിട്ടുണ്ട്. 1855 ഒരു കത്ത് മലബാർ കളക്ടറായിട്ടുള്ള വില്യം റോബിൻസന് ഒരു അഗത്തി ദ്വീപിൽ നിന്ന്, ലക്ഷദ്വീപുകളിൽപ്പെട്ട അമീൻ ദ്വീപി എന്ന ഗ്രൂപ്പുകൾ 2 ഗ്രൂപ്പായിട്ടാണ് ലക്ഷദ്വീപ് ഉള്ളത്. അമീൻ ദ്വീപി ഐലൻഡ്സും ലക്കദ്വീപ് ഐലൻഡ്സും. അമീൻ ദ്വീപി കാനറയിൽ നിന്നാണ് ഭരിക്കപ്പെട്ടതെങ്കിൽ ലക്ഷദ്വീപുകൾ ഭരിക്കപ്പെട്ടത് മലബാറിൽ നിന്നായിരുന്നു. പിന്നെ മിനിക്കോയ് എന്ന് പറയുന്ന ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ്. മുമ്പ് അത് മാൽഡീവ്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അറക്കൽ കുടുംബത്തിന് അവിടെ ബന്ധമുള്ളത് കൊണ്ട്, നിയന്ത്രണമുള്ളത് കൊണ്ട് പിൽക്കാലത്ത് അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി, മലബാർ ജില്ലയുടെ ഭാഗമായിട്ടൊക്കെ കരുതപ്പെട്ടു പോന്നിരുന്നൊരു കാലമാണ്. ഇതിൽ അഗത്തി ദ്വീപിൽ നിന്ന് 1855 എത്രയും അനാഥമായിരിക്കുന്ന, വിധവയായിരിക്കുന്ന, സ്വന്തമായിട്ട് എഴുതുകയാണ്, എത്രയും അനാഥയായിരിക്കുന്ന, വിധവയായിരിക്കുന്ന പേരോക്കി ഉമ്മ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിധവ മലബാർ കളക്ടറായിട്ടുള്ള വില്യം റോബിൻസന് ഒരു കത്ത് എഴുതുകയാണ്. എന്താണ് ഈ കത്തിലെ കാരണം? ഞാൻ ഈ കീവേഡാണ് ഈ ചോദിച്ച ചെറിയ ഇൻസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് പുതിയ തരം ആലോചനകളിലേക്ക് അല്ലെങ്കിൽ ആലോചനയുടെ സാധ്യതയെക്കുറിച്ച് ആലോചിക്കാനെങ്കിലും പറ്റുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പേരോക്കി ഉമ്മ പറയുന്നത്, പേരോക്കി ഉമ്മയുടെ വാപ്പ ഉണ്ടായിരുന്നു, വാപ്പ മരണപ്പെട്ടിരിക്കുന്നു. വാപ്പ മരണപ്പെട്ട സമയത്ത് വാപ്പയ്ക്ക് ഒരു തെങ്ങിൻ തോട്ടം ഉണ്ടായിരുന്നു അഗത്തിയിൽ. ആ തെങ്ങിൻ തോട്ടം ഉണ്ടാവുന്നത് തന്നെ പ്രധാനപ്പെട്ടതാണ്. കാരണം അറക്കൽ പണ്ടാരാണ് അഗത്തിയിലെ സ്വത്തുകളുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. അവിടെ വൈയക്തികമായ ഒരു സ്വത്ത് ഈ പേരോക്കി ഉമ്മയുടെ വാപ്പ സ്വരൂപിച്ചെടുക്കുന്നു എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയെന്നുള്ളത് തന്നെ നമുക്ക് അന്വേഷിക്കേണ്ടതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഉമ്മ പറയുകയാണ്, നോക്കൂ, കളക്ടർക്കാണ് എഴുതുന്നത്. ഉമ്മ പറയുകയാണ്, ഈ സ്വത്ത് വാപ്പയുടെ മകളായിട്ടുള്ള ഞാനാണ് അനുഭവിക്കേണ്ടത്, പക്ഷെ അത് അനുഭവിക്കുന്നത് വാപ്പയുടെ അനന്തരവന്മാരാണ്. അപ്പം എന്നിട്ട് പറയുകയാണ്, അവർ കത്ത് അവസാനിപ്പിക്കുന്നത്, എൻ്റെ മതവിശ്വാസപ്രകാരം മരുമക്കത്തായം എന്നുള്ളത് മതനിയമം അനുസരിച്ചുള്ള ഒന്നല്ല. അതുകൊണ്ട് കളക്ടർ ഇടപെട്ട് എനിക്ക് എൻ്റെ വാപ്പയുടെ സ്വത്ത് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാക്കി അനന്തരവരെ അതിൽ നിന്ന് വിലക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അവർ എഴുതി ചേർക്കുന്നുണ്ട്, വാപ്പയുടെ സ്വത്തിൽ മകളായിട്ടുള്ള എനിക്കാണോ അവകാശം എന്നുള്ളത് അവർ തിരികെ ചോദിക്കാം, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമാധാനം ഉണ്ടാക്കി തരണം എന്നുള്ളത് 1855 ഈ അഗത്തി ദ്വീപിൽ നിന്ന്, വളരെ വിദൂരസ്ഥമായിട്ടുള്ളൊരു ദ്വീപാണ്, അവിടെ നിന്ന് ഈ അനാഥയും വിധവയായിട്ടുള്ള ഈ പേരോക്കി ഉമ്മ കത്തെഴുതുന്നത്.
ആ പേരോക്കുമി ആയിരിക്കില്ല ഈ കത്തെഴുതുന്നത്, അവരുടെ വക്കീലന്മാരിലോ മുക്തിയാറന്മാരിലോ പെട്ട ആരെങ്കിലും ആയിരിക്കും കത്തെഴുതുന്നത്. പക്ഷേ ആ കത്തിൽ ഈ തരത്തിലുള്ള വിദൂരസ്ഥമായ സ്ഥലത്തിരിക്കുന്ന ഒരാളുടെ അവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള ധാരണ, അതിൻ്റെ നിയമപരമായ അടിസ്ഥാനം രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് തുറന്നു തരുന്നത് വലിയ വലിയ മറ്റു ചില ചരിത്ര പഠനത്തിലുള്ള മറ്റു ചില സാധ്യതകളായിരിക്കാം. എനിക്ക് തോന്നുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മിക്ക ഉപദാനങ്ങളിലും ഈ തരം, ഇപ്പോൾ വെള്ളാട്ടി മസ്ല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതിനകത്ത് അല്ലേ ഖാലി മുഹമ്മദിന്റെ മകനാണ് ഖാലി മൊയ്യുദ്ദീൻ എഴുതിയതായിട്ട് രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നാണ് വെള്ളാട്ടി മസ്ല. അപ്പോൾ മസ്ലയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ആർക്കും ചോദിക്കാം, പക്ഷെ അതിനൊരു വെള്ളാട്ടിയെ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് അത്യന്തം പ്രധാനപ്പെട്ട ഒന്നാണ്. അത് രണ്ട് വലിയ ആരിഫ്യങ്ങൾ തമ്മിലുള്ള സംവാദമായിട്ട് ഇത് അവതരിപ്പിക്കാമായിരുന്നു. അങ്ങനെ അവതരിപ്പിക്കാമായിരുന്ന ഒരു സാധ്യത അക്കാലത്ത് തന്നെ നിലനിൽക്കെ അതിൽ ഒരു വെള്ളാട്ടി രംഗപ്രവേശം ചെയ്യുന്നു എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഈ ചോദ്യം, അടിമയ്ക്ക് വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരി എന്താണ്, അതിൻ്റെ മുന്നോട്ടുള്ള ഇനി അതിൻ്റെ മുമ്പാക്കുള്ള നീതികൾ എന്തൊക്കെയാണ് എന്നുള്ള അന്വേഷണം എന്നുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിനകത്തു നിന്നായിരിക്കാം നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പുതിയ അന്വേഷണങ്ങൾക്ക് നമ്മെ പ്രാപ്തമാക്കാവുന്ന ചില താക്കോൽ വാക്കുകൾ, പ്രയോഗങ്ങളൊക്കെ നമുക്ക് വീണ് കിട്ടുന്നത് ഈ തരത്തിലുള്ള പ്രകടനങ്ങളിലായിരിക്കാം, ഈ തരത്തിലുള്ള പ്രത്യക്ഷപ്പെടലുകളിലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള മുസ്ലിം ചരിത്രത്തിൽ ഇന്നും നമ്മൾക്ക് വ്യാപകമായിട്ട് അവൈലബിൾ അല്ലാത്ത ഒരു കാര്യമാണ് വിദേശ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ മ്യൂസിയങ്ങളിലൊക്കെ ഉള്ള റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. ഒരുപാട് റെക്കോർഡ്സ് ഒരു കാലത്ത് അവർ കടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശാരിയത്തൊക്കെ ഉള്ള മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നിർമ്മിച്ച പള്ളി അവർ അഗ്നിക്കിരയാക്കാണ് ചെയ്യുന്നത്. മറ്റു പല മേഖലകൾക്ക്, അതുപോലെ കോഴിക്കോട് കാദിമാരുടെ ഡയറി കുറിപ്പുകൾ അത് മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നഷ്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോഴും കൃത്യമായി ലഭ്യമല്ലാത്ത സോഴ്സുകൾ പല ഇടങ്ങളിലും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സാറുടെ ഒരു അനുഭവത്തിന് അന്വേഷണ പശ്ചാത്തലത്തിൽ നിന്ന് അത്തരം ഉപാദാനങ്ങൾ, റിസോഴ്സുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അതിനെക്കുറിച്ച് ഇനി കൂടുതൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അന്വേഷണങ്ങൾ നടത്തേണ്ടത്? അതിൽ ഞാനത് നേരിട്ട് അന്വേഷിച്ചിട്ടില്ല. എന്നോട് അതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി പഠനം നടത്തുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു തരം അറിവ് മാത്രമേ എനിക്ക് അതിനകത്തുള്ളൂ. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിവരം, മെഹമൂദ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മാട്രിലിനി, മരുമക്കത്തായത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രബന്ധത്തിനകത്ത് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. അറക്കൽ ബീവിയെ സംബന്ധിച്ചിട്ടുള്ള, അറക്കൽ രാജാവ് 1766 മറ്റോ ഒരു അറക്കൽ രാജാവ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഒരു ബീവി, ജാനുമ്മ ബീവി എന്ന് പറയുന്ന ഒരു ബീവി രംഗപ്രവേശം ചെയ്യുന്നു. അവർക്കാണ് മസ്നദ് പിന്നീട് കിട്ടുന്നത്. അപ്പോൾ അവർ അക്കാലത്തെ ഇസ്താംബൂളിലെ ഖലീഫയായിട്ടുള്ള അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന അന്നത്തെ ഖലീഫയ്ക്ക് അദ്ദേഹം കത്തയക്കുന്നു. തന്നെ അംഗീകരിച്ചു കൊണ്ടൊരു സനദ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു. കാരണം ഈ അറക്കൽ കുടുംബത്തിനകത്ത് ഈ രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞ് ആളുകൾ തമ്മിൽ ഈ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ടർക്കിയിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ ആ ടർക്കിഷ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മെഹമൂദ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം, നമ്മൾ വിദേശ ആർക്കൈവുകളിൽ നമ്മളുടെ രേഖകൾ ഉണ്ടെന്നുള്ളത് നിശ്ചയമാണ്, ഒരു സംശയമില്ല. ഈ സ്കോട്ടിഷ് നാഷണൽ ലൈബ്രറിക്കകത്ത് അലക്സാണ്ടർ വാക്കർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അലക്സാണ്ടർ വാക്കർക്ക് ഏറനാട്ടിലെയും വെള്ളുവനാട്ടിലെയും ഭാഷാ വ്യത്യാസം പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. മലബാറിൽ അനേക കാലം ജീവിക്കുകയും മലയാളം സംസാരിക്കുകയും അതിലുള്ള പ്രാദേശിക ഭാഷാഭേദങ്ങൾ അടക്കം അദ്ദേഹം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടായിരുന്ന ആളാണ് അലക്സാണ്ടർ വാക്കർ. ഇതിനെക്കുറിച്ച് സഞ്ജയ് സുബ്രഹ്മണ്യം ഒരു വളരെ വിശദമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരുതരം ബയോഗ്രാഫിക് അക്കൗണ്ട് എന്ന് നമുക്ക് ആ നിലയ്ക്ക് വായിക്കാവുന്ന ഒരു എസ്സേയും ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ്
പ്രൊഫൈൽസ് ഇൻ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് രസകരമായിട്ടുള്ളൊരു ലേഖനവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വാക്കർ ഓഫ് ബൗലാൻഡ്, ഇദ്ദേഹത്തിൻ്റെ പേര് വാക്കർ, അലക്സാണ്ടർ വാക്കർ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ രേഖകൾ മുഴുവൻ നാഷണൽ ലൈബ്രറി ഓഫ് സ്കോട്ട്ലാൻഡിലുണ്ട്. പക്ഷേ കോഴിക്കോട് ആർക്കൈവ്സിൽ തന്നെ ഇതുവരെ പഠിതാക്കൾ ഉപയോഗപ്പെടുത്താത്ത, എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ മുസ്ലിം സാമുദായിക ചരിത്രത്തെക്കുറിച്ച് നിർണായകമായ, എത്രമേൽ രസകരമായ വിവരങ്ങൾ നൽകുന്ന വലിയൊരു ഡോക്യുമെൻറ്റേഷൻ കോഴിക്കോട് ആർക്കൈവ്സിൽ ലഭ്യമാണ്. ഇതിനെ രജിസ്റ്റർ ഓഫ് ഡീഡ്സ് എന്നാണ് പറയുക. രജിസ്റ്റർ ഓഫ് ഡീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പലതരം വിൽപത്രങ്ങൾ, കൈവശാവകാശത്തിൻ്റെ മാറ്റങ്ങൾ, ഇതൊക്കെ കച്ചേരികളിൽ രേഖപ്പെടുത്തപ്പെടുകയും ഇതിൻ്റെയൊക്കെ ഒരു പകർപ്പ് കച്ചേരികളിൽ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് മുഴുവൻ കളക്ട് ചെയ്ത് അനവധി വോള്യങ്ങളായി കോഴിക്കോട് ആർക്കൈവ്സിൽ മലയാളത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. നമ്മളുടെ ഏറ്റവും ഇപ്പം നെല്ലിക്കുത്ത് അങ്ങാടിയെക്കുറിച്ച്, മമ്പാട്ടെക്കുറിച്ച്, പട്ടാമ്പിയെക്കുറിച്ച്, പൊന്നാനിയെക്കുറിച്ച്, ഈ പ്രദേശങ്ങളിലെ എല്ലാ അംശങ്ങളെക്കുറിച്ചും ഒരു കഥയെങ്കിലും പറയാത്ത ഒരു രേഖ ഈ രജിസ്റ്റർ ഓഫ് ഡീഡ്സിൽ നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് അനവധിയായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള അനേക വസ്തുതകൾ സംഭവങ്ങളായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വളരെ ചുരുക്കം ചില രേഖകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യന്തം പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഇതുവരെ ടാപ്പ് ചെയ്യപ്പെടാത്ത ഒരുതരം ഹിസ്റ്റോറിക്കൽ സോഴ്സാണ് ഈ പറയുന്ന രജിസ്റ്റർ ഓഫ് ഡീഡ്സ് എന്ന് പറയുന്ന ഈ സീരീസ്. അത് പഠിതാക്കൾ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കൈവ്സിനെ കുറിച്ച് പറയുമ്പോൾ മലബാർ മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരള മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളുള്ള ഒന്നാണ് കൊളോണിയൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. പോർച്ചുഗീസ് ആയാലും ഫ്രഞ്ച് ആയാലും ബ്രിട്ടീഷ് ആർക്കൈവുകളൊക്കെ ആയാലും അത് അത്രയും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതേസമയം മലബാർ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനും ഏറ്റവും ഉപയോഗിക്കപ്പെടുന്നത് ഈ ആർക്കൈവുകളാണ്. പലപ്പോഴും അതിൽ നിന്നുള്ള ആഖ്യാനങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഇത്തരം വിമർശനങ്ങൾ പലപ്പോഴും വരുന്നത്. അതിലുള്ള സാങ്കത്യം എത്രത്തോളമാണ്, എങ്ങനെയാണ് നമ്മൾ അത്തരം സോഴ്സുകളെ സമീപിക്കേണ്ടത്, അതിലെ വസ്തുതകൾ എത്രത്തോളം അത് ഓതൻറ്റിക് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ അടുത്ത അന്തരിച്ച രണജിത് ഗുഹ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണജിത് ഗുഹ എന്ന് പറയുന്ന വലിയ ചരിത്രകാരൻ, അദ്ദേഹം ഒരു പ്രത്യേകതരം ചരിത്ര ആഖ്യാനത്തിലെ ഒരു പ്രത്യേകതരം പരിപ്രേക്ഷ്യത്തെ തന്നെ ഈ കീഴാള ചരിത്രം അല്ലെങ്കിൽ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന നിലയ്ക്ക് വികസിപ്പിച്ചെടുത്തിട്ടുള്ള അനേക ചരിത്രകാരന്മാരിൽ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ്. ഇദ്ദേഹം ചന്ദ്രാസ് ഡെത്ത് എന്ന പേരിൽ ഒരു മനോഹരമായിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എസ്സേ എഴുതുന്നുണ്ട്. ഇദ്ദേഹം ചെയ്തത് ഒരു ഭർത്തൃ വീട്ടിൽ പീഡനങ്ങൾക്കിരയായി മരിക്കുന്ന ഒരു സ്ത്രീയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഇംഗ്ലീഷ് സോഴ്സസ്, കൊളോണിയൽ സോഴ്സസ് എന്ന് വിളിക്കപ്പെടുന്ന ഉപദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ സോഴ്സസിനെ നമുക്ക് ഈ തരത്തിലുള്ള മുൻവിധികളുടെ അപ്പുറത്തേക്ക്, അതിൻ്റെ പിറകിലേക്ക് നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുക, നമ്മളുടേതായ ഒരു പുതിയ ആഖ്യാനം എങ്ങനെയാണ് ഈ സോഴ്സസിനകത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതിന് ഒരു മാതൃകയാണത്. അതുപോലെ തന്നെ MT അൻസാരി മാഷയുടെ ഫിഗറിംഗ് ദ ഫനാറ്റിക് എന്ന് പറഞ്ഞിട്ട് സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ അവസാനത്തെ വോള്യത്തിനകത്ത് എങ്ങനെയാണ് മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാപ്പിളമാർ ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ ദേശീയവാദികളുടെ, അക്കാലത്തെ ബ്രിട്ടീഷ് വിരുദ്ധരായിട്ടുള്ള ദേശീയവാദികളുടെ റെക്കോർഡുകളിൽ, ഓർമ്മകളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടത്, എങ്ങനെയാണ് മതഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടത്, എങ്ങനെയാണ് നമുക്കത് മറികടക്കാൻ വേണ്ടി കഴിയുക എന്നതിനെക്കുറിച്ചിട്ട് അൻസാരി മാഷയുടെ ഈ ലേഖനം ഒരു ഉദാഹരണമാണ്. അപ്പം ഈ സോഴ്സസിനകത്ത് തീർച്ചയായിട്ടും മുൻവിധികളുണ്ടാകും. അത് മറികടക്കാനുള്ള ഒരു തരം ഈ മുൻവിധികൾ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് തന്നെ അത് മറികടക്കലിൻ്റെ തുടക്കത്തെക്കുറിച്ച്, മറികടക്കലിൻ്റെ തുടക്കമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള മുൻവിധിയുണ്ട്. അത് എങ്ങനെയാണത് എനിക്ക് പറയേണ്ടത് എന്നറിയില്ല. പക്ഷെ അതും കൂടെ ഈ പഠനത്തെ ഇൻഫോം ചെയ്യുന്ന ഒന്നായിട്ട് ഞാൻ കരുതുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൊയ്തീൻ മാലയെ സംബന്ധിച്ചുള്ളൊരു വിവാദം ഉണ്ടായിരുന്നു. മൊയ്തീൻ മാലയെ സംബന്ധിച്ചിട്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. ഇത് കിബില വിവാദം പോലെ, പൊന്നാനി കൊണ്ടോട്ടി കൈത്തർക്കം പോലെ ഈ സാമുദായിക ജീവിതത്തെ എത്രയും ജീവത്തായി നിലനിർത്തുന്നതാണ് ഈ വിവാദങ്ങൾ എന്നുകൂടെ എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എപ്പോഴും പ്രധാനമായി കാണാറുള്ളത്,
ഈ ഈ ഈ- ഈ ഒരു പ്രത്യേക തരം നവീകരണവാദം ചരിത്രത്തെ പലപ്പോഴും ചരിത്രാഖ്യാനങ്ങളെ പലപ്പോഴും അതിനിർണയിക്കാറുണ്ട്. അത് മലബാറിലെ സൂഫിസത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്ക് കുഞ്ഞാലി മാഷയുടെ പുസ്തകമാണ്. നമ്മളെല്ലാവരും മലബാറിലെ സൂഫിസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കുഞ്ഞാലി മാഷയുടെ പുസ്തകം ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കാറുള്ളത്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, ഏറ്റവും ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസാണ് മലബാറിലെ സൂഫിസത്തിനുള്ളത് എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ള ഒരു വിനീതനായിട്ടുള്ള ഒരു ആദ്യ പഠിതാവിന് എനിക്കത് ആ മുൻവിധി പഠനത്തിനുള്ള സാധ്യതയേക്കാൾ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള മുൻവിധികൾ, ഈ ഒരു പ്രത്യേക തരം നവീകരണ സ്വഭാവമുള്ള മുൻവിധികൾ, ഒരുതരം പ്യൂരിറ്റാനിക് ആയിട്ടുള്ള നവീകരണ സ്വഭാവമുള്ള മുൻവിധികൾ സാമുദായിക ചരിത്രത്തിൻ്റെ പഠനത്തെ സ്വാധീനിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെ പലപ്പോഴും അതിനിർണയിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് നമുക്ക് രണ്ട് തരം, ഒരു കുട്ടി, ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതിനെ കൂടുതൽ വ്യക്തമാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കുട്ടി പറയാണ് എനിക്ക് ഇന്ന് കളിക്കണം എന്ന് പറയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇന്ന് കളിപ്പിക്കും ആ കുട്ടിയെ, നീ കളിച്ചോളൂ എന്ന് പറയും. അല്ലെങ്കിൽ കളിക്കണ്ട എന്ന് പറയും. കുട്ടി നല്ലോണം വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പറയും. മറ്റൊരു കുട്ടി പറയുകയാണ് എനിക്ക് നാളെ കളിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നാളെ കളിപ്പിക്കും. വേറൊരു കുട്ടി പറയുകയാണ്, ചില ഇനം കുട്ടികളുണ്ട്, അവർ പറയും എനിക്ക് ഇന്നലെ കളിക്കണം എന്ന് പറയും. അത് നോൺ നെഗോഷ്യബിളാണ്. ഇന്നലെ കളിക്കാൻ സാധ്യമല്ല. ഇന്നലെയായി പോയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ തരത്തിലുള്ള വാദങ്ങളുണ്ട്. മൊയ്തീൻ മാല മറ്റൊരു തരത്തിൽ എഴുതപ്പെടേണ്ടതായിരുന്നു എന്നുള്ള വാദം ഇന്നലെ കളിക്കാൻ വാശി പിടിക്കുന്ന ഒരുതരം ഇൻഫൻറ്റൈൽ യുക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ തരം യുക്തികൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കൊളോണിയൽ ഉപദാനങ്ങളിലെ മുൻവിധികളെപ്പോലെ തന്നെ ചരിത്രാഖ്യാനങ്ങളെ അതിനിർണയിക്കാൻ ശേഷിയുള്ള വാദമാണ് എന്നുകൂടെ ഞാൻ മനസ്സിലാക്കുന്നു. തികച്ചും വൈയക്തികമായിട്ടുള്ള, ഞാൻ എൻ്റെ ടേബിളിൽ ചരിത്രം വായിക്കാനും എഴുതാനും ഒക്കെ ഇരിക്കുന്ന എൻ്റെ പണിശാലയിൽ ഞാൻ നിരന്തരമായി എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന വാദങ്ങളാണിത്. അത്തരം തടസ്സങ്ങൾ സാറുടെ ജീവിതത്തിൽ കൂടി പലപ്പോഴും അങ്ങനെ വാദിക്കുന്ന ഒരു പക്ഷ ചരിത്രകാരന്മാരായിട്ടും സാർക്ക് നല്ല ബന്ധമുണ്ടാവും. അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മറുപക്ഷത്തുള്ള ചരിത്രകാരന്മാരായിട്ടും സാർക്ക് ബന്ധമുണ്ടാവും. അത്തരം വായനകൾ ശരിക്കും എത്രത്തോളം ഇങ്ങനെയുള്ള ഒരു ചരിത്രത്തിൻ്റെ ഫ്ലോയിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്? എനിക്ക് ഞാൻ വിചാരിക്കുന്നത്, ഈ ആദ്യം പറഞ്ഞു ചരിത്ര പഠനങ്ങളെ അതിനിർണയിക്കാൻ, ഓവർ ഡിറ്റർമിൻ ചെയ്യാനുള്ള കഴിവ് ഇത്തരം വാദങ്ങൾക്കുണ്ടെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. അത് ഇദ്ദേഹം ചോദിച്ചതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ സഹായകരമായി. കാരണം ഇങ്ങനെ രണ്ടോ മൂന്നോ വാദങ്ങൾ ഉണ്ടാവുന്നതാണ് ചരിത്രത്തിൻ്റെ ഭംഗി. ചരിത്രമായി നിലനിൽക്കുന്നത്, ഇത് ന്യൂക്ലിയർ സയൻസ് അല്ലാതിരിക്കുന്നത്, മാത്തമാറ്റിക്സ് അല്ലാതിരിക്കുന്നത്, ഇതിനകത്ത് ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അങ്ങനെ ഇത് പലതരം ഈ ആഖ്യാനങ്ങൾ സാധ്യമാകുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഒന്നിലധികം വാദങ്ങൾ ഉണ്ടാകട്ടെ എന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ തർക്കങ്ങളാണ് സാമുദായിക ശരീരത്തെ ജീവസുദ്ധരാക്കി നിലനിർത്തുന്നത് എന്നതുപോലെ ഈ വാദങ്ങളും മറുവാദങ്ങളുമാണ് ഒരു ജ്ഞാനമണ്ഡലം എന്ന നിലയ്ക്ക് ഈ ചരിത്ര എഴുത്തിനെയും ചരിത്ര വിഭാവനയെയും ഏറ്റവും അധികം സജീവമായി നിലനിർത്തുന്നത്. അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരൊറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ. കേരള മുസ്ലിം ചരിത്രത്തെക്കുറിച്ച് പുതിയ കുറേ തീമുകൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുരിയുടെ തന്നെ മലബാർ സമരത്തിലെ ആനകൾ, കഴുതകൾ എന്നൊക്കെ തുടങ്ങിയ പഠനങ്ങൾ, അതുപോലെ തന്നെ സൗണ്ടിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അങ്ങനെ ധാരാളം പുതിയ മേഖലകൾ തുറന്നു വരുന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരു മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ചരിത്ര താല്പര്യരാണ്, അവരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരോടുള്ള ഒരു നിർദ്ദേശം, എങ്ങനെയാണ് ഇത്തരം തീമുകളെ നമ്മൾ സമീപിക്കേണ്ടത്, അതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്തി എന്തൊക്കെ സാധ്യതകളാണ് നിലവിലുള്ളത്? അവിടെയും ഞാൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ഞാനിതൊക്കെ എൻ്റെ വായനയിൽ നിന്നുള്ള അറിവ് മാത്രമാണ്. ഇപ്പോൾ നോക്കൂ, ഈ മലബാറിലെ മുസ്ലിം ചരിത്ര പഠനത്തിൽ ഞാൻ രാവിലെ നമ്മളുടെ സൈദലവി ഞാനിവിടെ സംസാരിച്ചു. അതായത് ഒരു വലിയ ലാൻഡ്സ്കേപ്പിൻ്റെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 20 വർഷങ്ങളായി മലബാറിലെ മുസ്ലിം ചരിത്രം പഠിക്കപ്പെടുന്നത്
അതുവരെ ഈ ചരിത്ര പഠനത്തിലേക്ക്, ചരിത്ര ഗവേഷണത്തിലേക്ക് സംഗതിവശാൽ സാധ്യത കിട്ടാതിരുന്ന ആളുകളാണ് ഈ ചരിത്ര പഠനത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. സയ്യിദ് അലവിൻ്റെ ലേഖനം വന്നിട്ടുള്ളത് അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റിലാണ്. ആന്ത്രപ്പോളജിയിൽ റിക് ജെ മില്ലറെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എഴുതിക്കൊണ്ടിരുന്ന ഏറ്റവും ഉന്നതമായ വൈജ്ഞാനിക മണ്ഡലത്തിലാണ് ഇപ്പോൾ മലബാറിനെ കുറിച്ച് പഠിക്കുന്ന മെഹ്മൂദിനെ പോലെയുള്ള, നുവൈമാനെ പോലെയുള്ള, ജലീലിനെ പോലെയുള്ള, സയ്യിദ് അലവിയെ പോലെയുള്ള, അങ്ങനെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ പറയാനുണ്ട്. ആ ആളുകളുടെ ഒക്കെ പഠനങ്ങൾ ഈ നിലയ്ക്കാണ്. ഇപ്പോൾ വേങ്ങരയിലെ ഒരു ഷെയ്ഖിൻ്റെ ഈ മതജീവിതത്തെക്കുറിച്ചാണ് സയ്യിദ് അലവിയുടെ പുതിയ ലേഖനം വന്നിട്ടുള്ളത്. മെഹ്മൂദിൻ്റെ പുതിയ ഗവേഷണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മൃഗങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചാണ് ആളുകൾ എഴുതുന്നത്. അതുപോലെ അങ്ങനെ വിഷയങ്ങൾ വിപുലപ്പെടുന്നു. എനിക്കതിനകത്ത് പ്രത്യേകമായിട്ട് ഒരു സജഷൻ പുതിയ പഠിതാക്കൾക്ക് തരാൻ അതിനുള്ള പ്രാവീണ്യം എനിക്കില്ല. പക്ഷേ എന്തും പഠന വിഷയമാക്കാവുന്ന തരത്തിലേക്ക് ഈ മുസ്ലിം സമുദായ ചരിത്രം വളർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഒരു വൈജ്ഞാനിക സമൂഹം എന്ന നിലയിൽ ഇതിൻ്റെ ഈ മൊത്തം ഈ ജീവിതങ്ങളുടെ പരിവർത്തിക്കപ്പെടൽ നമുക്കതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, അന്വേഷണങ്ങൾ, അത്രയധികം അന്വേഷണങ്ങൾ ഇതിൽ നടക്കുന്ന, സാമുദായിക ചരിത്രത്തെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാലം കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതും അതിൽ സൂചിപ്പിക്കപ്പെടേണ്ടതാണ്. അത്രയാണ് പറയാനുള്ളത്. ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനി ഇൻട്രാക്ഷനുള്ള ഒരു അവസരമാണ്. സാറോട് വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും ചരിത്ര പഠനത്തിൽ വളരെ എക്സ്പേർട്ടായ ഒരു ഫാക്കൽറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാമെന്ന് അറിയിക്കുന്നു. സാർ അവസാനം സൂചിപ്പിച്ചെടുത്തെന്നാണ് ഞാൻ തുടങ്ങുന്നത്. നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മലബാർ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ വല്ലാതെ മാറിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ ഒരു മലപ്പുറം വരെ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കുറച്ചുകൂടി വിശാലമായ ഒരു ഭൂമികയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സാറ് മഹമ്മൂദ് കൂരിയ, ജലീൽ സാറ്, അങ്ങനെ തുടങ്ങിയ ആൾക്കാരെയൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള പുതിയ പഠനങ്ങളിൽ ഈ കണക്റ്റഡ് ഹിസ്റ്റോറിയോഗ്രഫി, പേർഷ്യനേറ്റ് വേൾഡ്, ഇസ്ലാമിക്കേറ്റ് വേൾഡ് പോലെയുള്ള പുതിയ പ്രവണതകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതുവരെയുള്ള മാപ്പിള പഠനങ്ങളൊക്കെ ഈ കേരളം എന്നുള്ള ഒരു ഭൂമികയെ ഒരു സെൻറ്റർ ആക്കിയിട്ടായിരുന്നു പഠിച്ചിരുന്നതെങ്കിൽ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പർക്കങ്ങളുടെ ഒരു ആഗോളിക ആയിട്ട് ചരിത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിലയിൽ ചരിത്രത്തെ ഇനിയും സാധ്യതകൾ തന്നെയല്ലേ പുനർവായനകൾക്കുള്ളത് എന്നതാണ് ഒന്ന് ചോദിക്കാനുള്ളത്. പിന്നെ ഒന്ന്, നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന, നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ സംവാദങ്ങൾ എന്നുള്ളത് ഇപ്പോൾ പലപ്പോഴും ഒരു പുരോഗമനം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗവും അവർ ഒരു പ്രതിരൂപത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു യാഥാസ്ഥിതിക വിഭാഗവും തമ്മിലുള്ള ഒരു സംവാദങ്ങൾ മാത്രമായിട്ട് ചരിത്രം മാറിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വളരെ വിശാലമായ തലത്തിലേക്ക് ഇന്ന് ചരിത്രത്തിൻ്റെ വായനകൾ മാറിയിട്ടുണ്ട്. ആ ഒരർത്ഥത്തിൽ കഴിഞ്ഞ കാലത്തെ വായനകളെ തന്നെ ഒന്ന് പുനർവായിക്കേണ്ടതില്ലേ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. പലതരം സാമുദായിക സംഘടനകൾക്കകത്ത് മാത്രമാണ് ഈ വിവാദങ്ങളുടെ ചരിത്രം നിലനിൽക്കുന്നത്. ഇപ്പോൾ റീബ വിവാദത്തെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ കിബില വിവാദം, അല്ലെങ്കിൽ ഈ കൈത്തർക്കം, ഇതിനെക്കുറിച്ച് പലപ്പോഴും ഇത് ഈ വിവാദങ്ങളുടെ ഹിസ്റ്റോറിയോഗ്രാഫി നിലനിൽക്കുന്നത് വിവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യേകിച്ചും സംഘടനകളുടെ വൈജ്ഞാനികതയ്ക്കുള്ളിലാണ് ഇതുവരെ നിലനിൽക്കുന്നത്. പക്ഷേ അത് സാമുദായിക ചരിത്രത്തെ നോക്കിക്കാണാനുള്ള ഒരു പ്രിസമായി ഈ വിവാദങ്ങളുടെ സന്ദർഭത്തെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള, അത് അങ്ങനെ നോക്കുമ്പോൾ ആദ്യം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വന്ദ്ങ്ങൾ അങ്ങോട്ട് നിലനിൽപ്പില്ലാതായി മാറും എന്നുള്ളതാണ്. ഈ ദ്വന്ദ്ങ്ങൾ മാറും, അല്ലെങ്കിൽ ഈ യാഥാസ്ഥിതിക അല്ലെങ്കിൽ പുരോഗമനം എന്നൊക്കെ സമുദായത്തിനകത്ത് നിലനിൽക്കുന്ന ദ്വന്ദ്ങ്ങൾ മാറും എന്നുള്ളതാണ്. ആ ദ്വന്ദ്ങ്ങൾക്ക് അപ്പുറത്തേക്ക്, ആ ദ്വന്ദ്ങ്ങൾ ഒരു കാലത്ത് അസാധ്യമാക്കി തീർത്ത ഒരു
തീർത്ത കാഴ്ചകൾ നമുക്ക് ഈ വിവാദങ്ങളിൽ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് അത്യന്തം ക്രിയേറ്റീവാണ്. നോക്കൂ, നമ്മൾ മക്തി തങ്ങളുടെ ഈ ആദ്യകാല രചനകൾക്കകത്ത് അദ്ദേഹം മിഷണറിമാരുമായി നടത്തിയിട്ടുള്ള സംവാദം ഉണ്ടായിരുന്നു. ഈ മദ്യപാനം, മിശിഹ മതാപമാനം എന്നൊക്കെ പറഞ്ഞിട്ട്, കഠോര കുടാരം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മിഷണറിമാരുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഡിബേറ്റിൽ ഇദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പം ഞാനപ്പം വളരെ ഒരു താഴ്ന്ന നിലയിലുള്ള പഠിതാവ് എന്ന നിലയിൽ, ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ മക്തി തങ്ങളുടെ ലിറ്ററേച്ചറുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ ഇതേ തരത്തിലുള്ള വിവാദങ്ങൾ, ഇതേ തരത്തിലുള്ള വാദങ്ങൾ ഗ്ലോബൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, അത് ശ്രീലങ്കയാകാം, അത് ഭട്ടിക്കലോവയാകാം, അത് ഈ തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ സ്വഭാവമുള്ള ചർച്ചകൾ ഇതേ കാലത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പം മക്തിത്വങ്ങൾ എന്നുള്ളത് വളരെ, അത് ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം ഒരു പ്രാദേശികമായ വെറും കേവലം റീജിയണലായിട്ടുള്ള ഒരു ആവിഷ്കാരമല്ല എന്നും, മറിച്ച് ആ കാലത്തിൻ്റെ വിദൂരമായ സ്ഥലികളിൽ പോലും ഈ തരം വിവാദങ്ങൾ കാണാം എന്നും നമുക്ക് മനസ്സിലാവും. അപ്പം ഒന്നാമത്തെ കാര്യം ഇതാണ്, ഈ വിവാദങ്ങളെ ഈ സമുദായത്തിൻ്റെ സംഘടന അതിൻ്റെ ഒരു ചെറിയ ലോകത്ത് നിന്ന്, ചെറിയ ലോകം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറുത് എന്നുള്ളത് വിജ്ഞാനപരമായ അത് ചെറുതാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വിവക്ഷകൾ, ഇതിൻ്റെ ഹിസ്റ്റോറിയോഗ്രാഫി ഈ സമുദായത്തിൻ്റെ മൊത്തം ചരിത്രം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാഴ്ച തുറവിയായി മാറിക്കഴിഞ്ഞാൽ അത് അത്യന്തം പ്രധാനപ്പെട്ട ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ആയിരിക്കും അതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. രണ്ടാമത്തേത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ഈ മക്തിത്വങ്ങൾ മലബാറിൻ്റെ മാത്രം പ്രതിഭാസമല്ല എന്നും, ഈ ഹാൽ എന്ന് പറയുന്നത് മലബാറിൻ്റെ മാത്രം പ്രതിഭാസമല്ല എന്നും, അത് അനവധിയായിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ കാലത്ത് ഇതേ തരത്തിൽ ആവിഷ്കരിക്കപ്പെട്ട ഒന്നാണെന്നും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വിശാലമായ, നമുക്ക് പേരറിയാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളുടെ ഭാഗമായി മലബാർ മാറും എന്നുള്ളതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മലബാർ ടെറിട്ടോറിയലൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലരാശിയിൽ നിന്ന് ഈ സ്ഥലം അപ്രത്യക്ഷമാവുകയും മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. അവസാനിപ്പിക്കാൻ തോന്നുന്നു, സമയവും അതിക്രമിച്ചിട്ടുണ്ട്. സാറെ സംസാരങ്ങൾ വളരെ നോളജബിളായിരുന്നു. ജെന്യൂനായിട്ട് റിസർച്ചിനെ അത്രയും ഒരു പാഷനോട് കൂടി സമീപിച്ച ഒരു വ്യക്തിത്വമാണ് അഭിലാഷ് മലയിൽ സാർ എന്ന് പറയുന്നത്. റിസർച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ. നമ്മുടെ വായനകളിലും പ്രതികരണങ്ങളിലുള്ള സൂക്ഷ്മതയും അതുപോലെ അതിൻ്റെ ഒരു വൈപുല്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിശദമായി സാറ് കേരള മുസ്ലിം ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ ഉപാദാനങ്ങളെക്കുറിച്ച്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, എങ്ങനെ കീ പോയിൻറ്റ്സുകളെ, താക്കോൽ വേർഡുകളെ നമുക്ക് വികസിപ്പിക്കാമെന്നൊക്കെ സാറ് വളരെ കൃത്യമായി പറഞ്ഞു. ഹൃദ്യമായ സംസാരമായിരുന്നു. എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുകയാണ്. BKF-ൻ്റെ സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇവിടെ നമ്മൾ ഈ സെഷൻ സമാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും.